ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ ഷൈൻ ടോം ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ എല്ലാ സിനിമ മമ്മൂക്ക അഭിനയിച്ചു വെച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടുനടപ്പാണ്. ആ സിനിമയിലേക്ക് തന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു പറയും? അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ പ്രാർത്ഥനയായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രമിക്കുന്നു. അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാണ്, സ്വന്തം അനുജനാട്ടോ. അതാണ് പല ആൾക്കാർ ഷൈൻ്റെ സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ സമയമുണ്ട്. അല്ല, ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ചേട്ടനുടെ അഭിനയിക്കുന്ന സിനിമ ആരാണ് ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ്. അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട്, വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞത്? ആഷിഖ് പറഞ്ഞിട്ട്, ആഷിഖും മിലിന്ദും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, 3 ദിവസം, 4 ദിവസം. ആദ്യ ഒരു ദിവസം പറഞ്ഞാണ് തുടർന്ന് അല്ലേ? അല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തപ്പോഴാണ് നമ്മള് ജോക്കുട്ടനെ, എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന ജോക്കുട്ടൻ വേറെ സിനിമയിലും അഭിനയിച്ചു. അങ്ങനെ പറയുന്നത് 5-6 പടം കഴിഞ്ഞു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്യുമ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാടൊപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ എന്നാണോ പറയുക? പിന്നെ എന്താ പറയണ്ട പറയും. എനിക്കറിയില്ല എന്താ പറയണ്ട. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ചാൽ എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഞാനൊരു എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന് പ്രൊമോഷൻ ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഡബിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കട്ട് എത്തണം. അതുകൊണ്ട് ഞാൻ എന്നോട് ദയവായി ക്ഷമിക്കുക. എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഈ സിനിമയായിട്ട് പഠിക്കായോ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇതിനങ്ങനെ റോള് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിൽ അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു പ്രവർത്തിക്കൊണ്ടൊക്കെ ഇരുന്നത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാനുണ്ട്. അതിന് നല്ല സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിംഗ് സമയത്ത് പേരൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു, എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി മാണോടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കുറെ ആൾക്കാർ കാണാറുണ്ട്. അപ്പോൾ ഇന്നലെ ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയത് നല്ല സന്തോഷം. ലൊക്കേഷൻ പോയപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞത്? ലൊക്കേഷനിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 സീനല്ലായിരുന്നു. എന്നാലും എങ്ങനെ ഹൗ എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ സുഖല്ലേ, എന്തൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ചു. അതെന്നെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ. അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളും ഒക്കെ വലിയൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ ഷൈൻ ചേട്ടൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ നോക്കി അറിയാം. പുള്ളിക്കാരൻ ചെയ്ത് വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ആക്ഷൻ്റെ രീതികളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അത് എന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതൊന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ലല്ലോ. ഇപ്പോഴുള്ള ചേട്ടനല്ല. ചെറുപ്പത്തിലെ ചേട്ടൻ എങ്ങനെയാ? അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ചെയ്യണം തോന്നുന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതെന്നെ ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള ചേട്ടൻ ചെറുപ്പം മുതലുള്ള കഥ പറയണ്ടേ? 10-35 കൊല്ലത്തെ കഥയിട്ടുള്ളൂ. നമ്മുടെ എഡിറ്റർ വരുന്നുണ്ട്. അല്ല, കുറെ സീനുകൾ ഉണ്ടാകുന്നു. കത്രിക വെച്ചപ്പോൾ കുറെ കട്ടിക്കുണ്ടാകുമല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു? ചിലത് കത്രിക വെക്കേണ്ട വരുമല്ലോ എന്തായാലും.
എഡിറ്റിംഗ് സമയത്ത്? കേൾക്കാം. ഈ പടത്തേക്ക് ലാസ്റ്റാണ് വന്നത്. നിഷാദാണ് ആദ്യം എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ഒരു ലൈനപ്പ് കണ്ടായിരുന്നു. ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ 25 കൊല്ലമായിട്ട് വേറെ സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഹാബിറ്റിലാണ്. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് പഠിക്കേണ്ടി വന്നു. 25 കൊല്ലം കൊണ്ട് ചെയ്തതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഡീനോ കൊണ്ട് പുതിയ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു. ഡീനോ കൊണ്ട് ഇപ്പം മമ്മൂക്കിൻ്റെ കൂടെ സെക്കൻഡ് പടമാണ് കണ്ണൂർ സ്കൂളിൽ കഴിഞ്ഞ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഈ നിഷാദ് ചെയ്തു വെച്ചതാണ് നമുക്ക്. നിഷാദ് ഇപ്പൊ ഇല്ല, യാത്ര പോയി. നിഷാദിന്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ. നമുക്ക് എഴുതി കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കണം. നിഷാദ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാണ്. നിഷാദിന് ശേഷം താങ്കൾക്കൊരു വേദന ഉണ്ടാവും. നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണ് താങ്കൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നത്? ഇത് ഓൾറെഡി ചെയ്ത നിഷാദ് ചെയ്തത് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അത് ലാസ്റ്റ് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു നിഷാദിന് ഇങ്ങനെ ചെയ്യണം. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചിലത് നിഷാദ് വെച്ച പോർഷൻസ് ഒക്കെ നല്ലതാകുമ്പോൾ അതന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഫൈനലി ഫിലിം എന്തായാലും ഒരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവരുടെയും ഇൻപുട്സും എല്ലാം ഉണ്ടാവും. അത് ചെയ്തു വന്നപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതാണ് അവിടെ പറയുന്നത് അഡോബ് പ്രീമിയർ ആണ്. ഈ പ്രീമിയർ ആണ് കുറച്ചുകൂടെ ബെറ്റർ? ഏതായിരിക്കും കുറച്ചുകൂടെ? അല്ല, എനിക്ക് എപ്പോഴും അവിടെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ചില പോർഷൻസ് ചില ടൂൾസ് ഒക്കെ പ്രീമിയറിൽ ഈസിയാണ്. പക്ഷെ ഞാൻ 25 കൊല്ലമായിട്ട് ഒരേ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബിഗിനിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് മാറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെയാണ്. സ്റ്റിൽ ഇതാണ് ലാസ്റ്റ് പടം പ്രീമിയറിൽ. അടുത്തത് അവിടെ തന്നെയായിരിക്കും. ഈ പ്രീമിയർ പിടിക്കില്ല? ഇല്ല ഇല്ല. താങ്ക് യു. അപ്പോൾ എല്ലാവരും നന്ദിയും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞില്ലേ സമയം? ഹക്കി ഒരെണ്ണോടെ അതായത് ഇപ്പം ഒരു കുറച്ചു മുമ്പേ പറയുന്നുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം. സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും. പക്ഷേ അതിലും കത്രിക വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത്, ഒരു അധികാരത്തിൻ്റെ പുറമെ ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ശരിയായ നടപടിയാണെന്ന് വിശ്വസിക്കുന്നത് ഒരു സിനിമ? തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, ഏത് വലിയ തിരുത്തലുകളും ഉണ്ടാകുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താണ് പറയുക, അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം. ഇന്നങ്ങനെയുള്ള കലാകാരന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാലോ. പക്ഷെ അതിലും കത്രിക വീണു. അല്ല, അതില് കാര്യമില്ല. പറഞ്ഞു കത്രിക വീഴുമ്പോൾ അത് ആരാളിവിടെ തെറ്റുകാരെന്ന് അവർ തന്നെ വിളിച്ചു പറയും പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് ഫീൽ ചെയ്യുന്നു. ഇല്ല, അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത് ചർച്ച ചെയ്ത് പറഞ്ഞല്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവണം. രാജുവേട്ടനായിട്ട് പുതിയ പടം വരുന്നുണ്ട്, നോബഡിന്റെ പൂജ കഴിഞ്ഞ അതിന്റെ ഒരു എന്താണ് അല്ല അത് കഴിഞ്ഞു ലാസ്റ്റ് ദിവസത്തിൽ ഒന്നും ആയിട്ടില്ല. പടം ഇന്നലെ പൂജ കഴിഞ്ഞല്ലേ? ജോണറൊന്നും റിവീൽ ചെയ്യാൻ പറ്റും. ഇല്ല. ഓക്കെ, താങ്ക് യു.